അപ്പമൊക്കെ ചുടുമ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ അപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് തിളങ്ങി വരുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ടിപ്പ് ചെയ്ത് നോക്കാൻ മതി. ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം എല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൽ സവാള വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള മാവിനെ ഒഴിച്ചത് ഇതുപോലെ കറക്കിയെടുത്ത് പാലപ്പം റെഡിയാക്കി നോക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളകി വരികയും ചെയ്യും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇരുമ്പ് ചട്ടിയിലെ അപ്പോൾ അതുപോലെ കറികളൊക്കെ ഇങ്ങനത്തെ ചട്ടികളിലൊക്കെ വെക്കുവാണെങ്കിൽ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇരുമ്പ് ചട്ടി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് ഇത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സവോള വെച്ചൊന്ന് അടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു മുട്ടയും കൂടെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടി പുത്തനായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് അപ്പമാണൊക്കെ പിറക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇരുമ്പ് ചട്ടിയിൽ പാലപ്പം ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റ് ആയിരിക്കും.